ഹലോ, വെൽക്കം ബാക്ക് ടു ദിസ് വേൾഡ്. ഒരുപാട് നാളായില്ലേ നമ്മൾ കണ്ടിട്ട്. ഞാൻ കുറച്ച് നാളായി ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് എടുത്തിട്ടൊക്കെ. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ലൈഫ് ചേഞ്ചിങ് മൊമെൻറ്റ്സ് എൻ്റെ ലൈഫിൽ നടന്നു. കുറേ കാര്യങ്ങൾ നടന്നു. നമ്മൾ മസ്കറ്റിലോട്ട് ഷിഫ്റ്റായി. പിന്നെ ഞാൻ ഒരു ഗേൾ ബേബിയുടെ അമ്മയായി. അങ്ങനെ പ്രഗ്നൻസി, ടീച്ചിങ് ഒക്കെ കഴിഞ്ഞ് അതിലൊക്കെ ഞാൻ ബിസി ആയിരുന്നു. ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയിട്ടില്ല. എന്നാലും പിന്നെ കുറച്ചൊക്കെ ഒന്ന് അവൾ ഇച്ചിരി വലുതായി. ഒരു 10 മാസമായി ഇപ്പം മോൾക്ക്. അപ്പോൾ വാശിക്കാരിയാണ്. അപ്പോൾ എൻ്റെ ലൈഫ് റുട്ടീനൊന്നും അങ്ങനെ അങ്ങോട്ട് ശരിയാവണില്ല. അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇന്ന് എൻ്റെ പ്രഗ്നൻസി ജേണിയും എൻ്റെ ടീച്ചിങ് വിശേഷങ്ങളൊക്കെ ഒന്ന് ഇരുന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അതാണ് ഞാൻ വീഡിയോ ഒക്കെ ആയിട്ട് വന്നത്. അപ്പോൾ എല്ലാവർക്കും സുഖമാണോ, സുഖമായിട്ടിരിക്കുന്നോ എന്ന് വിചാരിക്കുന്നു എല്ലാവരും. നമുക്ക് അറിയാലോ, ഒരു സെക്കൻഡ് പ്രഗ്നൻസി ജേണി എന്നതിലുപരി എനിക്ക് എൻ്റെ ടീച്ചിങ്ങും പ്രഗ്നൻസിയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആ ഒരു ടൈമിലുള്ള കുറച്ച് ട്രോമയും ഹാപ്പിനെസ്സും ഒക്കെ കൂടിയിട്ടുള്ളൊരു മിക്സ്ഡ് ഇമോഷനായിട്ടുള്ള ഡേയ്സായിരുന്നു എൻ്റെ ലൈഫിൽ. പക്ഷെ അത് ഞാൻ നന്നായിട്ട് തന്നെ സർവൈവ് ചെയ്തു എന്ന് പറയാം കേട്ടോ. അപ്പം നാട്ടിൽ എന്തൊക്കെയാണ് വിശേഷം? നല്ല മഴയാണെന്ന് തോന്നുന്നുണ്ടല്ലേ. ഇവിടെയാണെങ്കിൽ നല്ല ചൂടാണ്. ഒമാനിലിപ്പോൾ ഭയങ്കര ചൂടാണ്. എന്താ പറയുക, വെള്ളം ഒക്കെ ടാപ്പൊക്കെ തുറന്നു കഴിഞ്ഞാൽ ചൂടുവെള്ളം ഇങ്ങനെ ഒഴുകും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാനും ഇവിടെ ഹാപ്പി ആൻഡ് കാമായിട്ട് ഇരിക്കുന്നു. കാമല്ല കേട്ടോ, ഇവിടെ നല്ല ഒളിമ്പഹളാണ്. കുഞ്ഞുമണിയുടെയും മൂത്ത മോൻ്റെയും എല്ലാവരും നല്ല ഒളിമ്പഹളാണ്. അപ്പോൾ ടീച്ചിങ്ങൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. കുറച്ച് പിള്ളേരെ, എൻ്റെ കുഞ്ഞു മക്കളെയും വലിയ പിള്ളേരെയും ഞാൻ UP ആൻഡ് LP മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ടീച്ചേഴ്സിനെ മിസ് ചെയ്യുന്നുണ്ട്, കൊളീഗ്സിനെ മിസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേരെ മിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ലൈഫ് ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കറിയാമല്ലോ, നമുക്ക് ഈ ഒരു ടൈമിൽ നമുക്ക് മോൾക്ക് പ്രയോറിറ്റി കൊടുക്കണം. അപ്പോൾ ആ ഒരു ഇതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയത്. നമ്മളിപ്പോൾ മസ്കറ്റിലാണുള്ളത്. മോനിവിടെ ചേർത്തി സ്കൂളിൽ. അപ്പോൾ അവൻ 3rd സ്റ്റാൻഡേർഡിലാണ്. ഇപ്പോൾ അവർക്ക് വെക്കേഷനാണ്, ജൂൺ ജൂലൈ വെക്കേഷനാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ലൈഫ് പോകുന്നത്. അപ്പോൾ ഞാൻ ഇച്ചിരി കൂടി ബാക്ക് ടു നോർമൽ, അല്ലെങ്കിൽ മസ്കറ്റ് എപ്പോഴും ഞാൻ എൻ്റെ വീഡിയോസ്, എൻ്റെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം, മസ്കറ്റാണ് എൻ്റെ യൂട്യൂബ് ചാനൽ മുട്ടിട്ട സ്ഥലം. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഞാൻ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ എനിക്ക് സപ്പോർട്ട് തരുന്ന കുറച്ച് പേരെങ്കിലും എനിക്ക് കിട്ടിയിട്ടുള്ളത് മസ്കറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ജേണിയിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലായാലും യൂട്യൂബിലായാലും എവിടെയായാലും അപ്പോൾ ഇനിയും എനിക്ക് ആ സപ്പോർട്ട് വേണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടിട്ടില്ലെങ്കിലും ഇടയ്ക്കെങ്കിലും ഞാൻ വരും കേട്ടോ, ഓരോ വീഡിയോസായിട്ട്. അപ്പോൾ പ്രഗ്നൻസി ജേണീനെ കുറിച്ച് പറയാനാണെന്ന് കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറയാൻ വേണമെങ്കിൽ. അതിന് മുന്നേ ഞാൻ പറയാനുള്ളൊരു വേറൊരു സംഭവം ഞാൻ പറയാം കേട്ടോ. സെക്കൻഡ് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ബിഫോർ ഒരു 30 വയസ്സിന് മുന്നേ ചെയ്യായിരിക്കും നല്ലത്. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഒരുപാട് മെൻ്റൽ ഫിസിക്കൽ പ്രോബ്ലംസ് നമുക്ക് വരും. അത് ഇപ്പം തന്നെ എനിക്ക് അതായത് കാൽഷ്യം ഡെഫിഷ്യൻസി കാരണം മുട്ടുവേദനയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഈ സംഭവങ്ങൾ കാരണമാണ്. പക്ഷേ നമുക്ക് ഡെലിവറിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് വന്നത്. അതിന് മുന്നേ ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീഡ് ചെയ്യുന്നത് കൊണ്ടുള്ള കാൽസ്യം ഡെഫിഷ്യൻസിയാണ്. അപ്പോൾ ഞാൻ അതിനുള്ള മരുന്നൊക്കെ എടുക്കുന്നുണ്ട്. എന്നാലും വേറെ കുറേ സംഭവങ്ങൾ ഇപ്പോൾ നമ്മൾ പച്ചക്കറിയായിട്ടും ഫ്രൂട്ട്സൊക്കെ ആയിട്ടും ചെയ്യുന്നുണ്ട് കേട്ടോ. അതും അങ്ങനെ എടുക്കുന്നതും നല്ലതാണ്. ബാക്ക് പെയിൻ ഇഷ്യൂസും കുറേ ഉണ്ട്. അപ്പോൾ പ്രഗ്നൻസി ജേണിയിൽ ഞാൻ 5th മന്ത് വരെ ഞാൻ പഠിപ്പിക്കാൻ പോയിട്ടുണ്ടായിരുന്നു, സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അതിനൊന്നും എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ധൈര്യമായിട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡ്രൈവ് ചെയ്ത് സ്കൂട്ടി ഓടിച്ചിട്ടാണ് ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. ഞാൻ ഹസ്ബൻഡ് വീട്ടിൽ നിന്നാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് സ്കൂളിലേക്ക് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു 5 മന്ത് ഞാൻ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. എനിക്ക് എൻ്റെ പിള്ളേർ ഒരുപാട് പ്രഷ്യസ് ആയിട്ടുള്ള എൻ്റെ ക്രാവിങ്സിന് ഇങ്ങനെ ചോദിക്കും, ടീച്ചർ അത് വേണം ഇത് വേണം എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവരൊക്കെ അതൊക്കെ കുഞ്ഞു സാധനങ്ങളൊക്കെ കൊണ്ടുതരുമായിരുന്നു കേട്ടോ.
അത് നല്ല അടിപൊളി ഡേയ്സ് ആയിരുന്നു. അതിനുശേഷം ഒരു 6th മന്ത് സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് എനിക്ക് ഷുഗർ കണ്ടുപിടിക്കുന്നത്. ഷുഗറൊന്നുമില്ല, ഞാൻ അധികം മധുരം കഴിക്കുന്ന വ്യക്തിയല്ല, പക്ഷേ പ്രഗ്നൻസി ഡയബറ്റിക് ആണ് എന്ന് പറഞ്ഞു ഡോക്ടർ. അപ്പോൾ ഓക്കെ, ഒരു വലിയ പ്രശ്നമാവില്ല എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഇത്തിരി പ്രശ്നമായി, ഇൻസുലിനൊക്കെ എടുക്കേണ്ടി വന്നു. അതിൻ്റെ ഇടയിൽ ഹസ്ബൻഡ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, വീണ്ടും മസ്കലിലേക്ക് വന്നു. അപ്പോൾ എനിക്കും മോനും വിസ എടുക്കാനായിട്ട് ഞാൻ 6th മന്തിൽ ഫ്ലൈറ്റ് കയറി ഇങ്ങോട്ടേക്ക് പോന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അങ്ങനെ ഇവിടെ വന്ന് വിസയുടെ കാര്യങ്ങളൊക്കെ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒരു 8th മന്തിന് ഒരാഴ്ച മുന്നേ നമ്മൾ നാട്ടിലേക്ക് വീണ്ടും പോയി. ഡെലിവറി നാട്ടിലായിരുന്നു. അങ്ങനെ കുറച്ച് കുഴപ്പമൊന്നുമില്ലാതെ ഞാൻ വീട്ടിലൊക്കെ എത്തി. അപ്പോൾ മധുരമൊന്നും തീരെ കഴിക്കുന്നുണ്ടായിരുന്നില്ല, ഒന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്കൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു, എൻ്റെ 2nd പ്രഗ്നൻസി സമയത്തെങ്കിലും എനിക്ക് നന്നായി ഭക്ഷണം കഴിക്കാൻ പറ്റണം. കാരണം ഫസ്റ്റ് പ്രഗ്നൻസി സമയത്ത് ഫുൾ വോമിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ 8th മന്ത് വലിയ കുഴപ്പമില്ലാണ്ട് ഒരു പകുതി വരെ പോയി, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ ഗോതമ്പ് ദോശ അങ്ങനത്തെ ഷുഗർ ലിമിറ്റഡ്, എനിക്ക് ഡോക്ടർ ഒരു ഡയറ്റ് പ്ലാനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഡോക്ടറൊക്കെ കാര്യം പറയുകയാണെങ്കിൽ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഡോക്ടർ. ഷീ ഈസ് വെരി കംഫർട്ട് ആൻഡ് വെരി സ്വീറ്റ് ആൻഡ് വെരി ഇൻഫോർമേറ്റീവ് ഇൻ എവ്രി വേസ്. ഞാൻ ഇങ്ങനെ ഒരു പ്രഗ്നൻസി എനിക്ക് ഇത്രയ്ക്ക് ടെൻഷൻസ് ഉണ്ടായിട്ടും ഡോക്ടറാണ് എന്നെ ഓക്കെ അതിനാണ് പ്രോബ്ലം. ഇപ്പോൾ ചെന്നാലും ഭയങ്കര കംഫർട്ടാക്കുന്നുണ്ടായിരുന്ന ഒരു ഡോക്ടറായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഡോക്ടറാണ് കേട്ടോ. എൻ്റെ ഒരു ഇത്രയും ലൈഫിൽ എന്നെ ഇത്രയും കംഫർട്ടാക്കിയിട്ടുള്ള ഒരു ഡോക്ടർ ഇല്ല എന്ന് തന്നെ പറയാം. ചന്ദ്രമതി ഹോസ്പിറ്റലും മദർ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ഡോക്ടർ സ്വപ്ന ശ്രീധർ എന്നെയാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. എൻ്റെ നാട്ടിലെ ഒരുവിധ അവർക്കും അറിയാം, ഇപ്പോൾ കാണുന്നവർ കണ്ണൂരുണ്ട്. ഡോക്ടർ അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര പറയാതിരിക്കാൻ പറ്റില്ല. മോളെ ഒരു കുഴപ്പമില്ലാണ്ട് എൻ്റെ കയ്യിൽ തന്നത് ഡോക്ടർ ഒറ്റ ഒരാൾ കാരണമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ദൈവാധീനം. അപ്പോൾ അങ്ങനെ 8th മന്ത് പകുതിക്ക് ആയപ്പോൾ എനിക്ക് ഷുഗർ പെട്ടെന്ന് ഹൈ ആയി. ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി. അവിടെ എന്നിട്ട് രാവിലെ കുത്തുന്നു, വൈകുന്നേരം കുത്തുന്നു, ഉച്ചയ്ക്ക് കുത്തുന്നു. ഫുൾ ടൈം ഒരു ദിവസം 3-4 തവണയൊക്കെ ബ്ലഡ് ചെക്ക് ചെയ്യുന്നു. ഷുഗർ കൗണ്ട് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് 3-4 ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 6 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നൊക്കെ നോർമലായപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി നമുക്ക് ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യാം, പ്രഗ്നൻസി ഡേറ്റ് ആവുന്ന വരെ ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യാൻ പഠിപ്പിക്കാനൊക്കെ ആയിട്ട് ഡോക്ടർ ഒരു ദിവസം കൂടിയും അവിടെ കെടുത്തി. അങ്ങനെ അതൊക്കെ പഠിച്ച് വീട്ടിലേക്ക്. പിന്നെ ഒരു മാസം കൂടി ഉള്ളൂ, 9th മന്ത് കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് ബേബീനെ എടുക്കാം. ഷുഗറുള്ള കാരണം 1 വീക്ക് ബിഫോർ എന്തായാലും എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് അതിനനുസരിച്ചിട്ടൊക്കെ ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു കേട്ടോ. വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോയായിരുന്നു. പിന്നെ എനിക്ക് പ്രഷർ ഇച്ചിരി കൂടുതലായിരുന്നു. പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു പ്രകൃതമായിരുന്നു ആ സമയത്ത്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാലും ആ ഒരു സമയത്ത് ഒരു പ്രത്യേകത ഉണ്ടാവുമല്ലോ. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് 9th മന്ത് സ്റ്റാർട്ട് ചെയ്ത് ഒരു 1 വീക്ക് കഴിഞ്ഞ് ഒരു 37 വീക്കായപ്പോൾ ഒരു ദിവസം ഞാൻ നോർമലി ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ച് ഇരിക്കുമ്പോൾ എനിക്ക് ചെറുതായിട്ട് വാട്ടർ ബ്രേക്കിങ് വന്നു തുടങ്ങി. അപ്പം എനിക്ക് പക്ഷേ വേറൊരു കാര്യം പറയാമല്ലോ, 2nd ഡെലിവറിക്ക് എനിക്ക് അങ്ങനെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കണം, എനിക്ക് കുഞ്ഞിനെ പുറത്തെടുത്തേ പറ്റൂ. മോർ ദാൻ ദാറ്റ് ഞാൻ 6th മന്തിൽ ഇവിടെ 5th മന്തിൽ അനോമലി സ്കാൻ മസ്കറ്റിലാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ ജെൻഡർ റിവീലിംഗ് അവർ പറയുമല്ലോ. അപ്പോൾ ഐ ഓൾറെഡി നോ ഇറ്റ്സ് എ ഗേൾ. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റും എനിക്ക് നന്നായിട്ടുണ്ട്. കാരണം എനിക്കൊരു പെൺകുഞ്ഞിനെ വേണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനിയൊരു ആൺകുട്ടി എനിക്ക് വേണ്ട, ഒരു ആൺകുട്ടി ഇനി ഉണ്ടല്ലോ. അപ്പോൾ അത്യാവശ്യം അവൻ്റെ കുറുമ്പും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ബോയ്സിൻ്റെ മമ്മായിട്ടുള്ളൊരു ക്ഷീണം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ആദം ഒരു എന്താ പറയുക, പെട്ടെന്ന് കിട്ടിയൊരു ബ്ലെസ്സിങ് ആണ് ആദം. ഹീസ് വെരി എന്താ പറയുക, എൻ്റെ ഒരു ഫേവറേറ്റ് പാട്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഫോർ ലൈഫ് ലോങ് എന്നൊക്കെ പറയാം. അവനൊരു വേറൊരു ടൈപ്പാണ്. പക്ഷേ എനിക്ക് ഇങ്ങനെ കുഞ്ഞ് പെൺകുട്ടികളാകുമ്പോൾ ഉടുപ്പൊക്കെ ഇട്ട് കൊടുക്കാൻ അങ്ങനത്തെ ഒക്കെ ഒരു അമ്മ മൈൻഡ് ഉണ്ടാവുമല്ലോ.
അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കൊരു കുഞ്ഞ് ഗേൾ ബേബിനെ തരണേ എന്നൊക്കെ. അപ്പോൾ ദൈവൻ്റെ പ്രാർത്ഥന കേട്ടു. എനിക്കത് എന്താ പറയുക, വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മിറാക്കിൾ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇവളുടെ വരവ് ഇച്ചിരി പ്രശ്നമൊക്കെ ആയി, എന്നെ ടെൻഷൻ അടുപ്പിച്ചിട്ട് വീട്ടുകാരെ ടെൻഷൻ അടുപ്പിച്ചിട്ടൊക്കെ ആയിരുന്നു. എന്നാലും പോട്ടെ, സാരില്ലേ, കുഞ്ഞല്ലേ, നമുക്ക് ക്ഷമിക്കാം എന്നൊക്കെ പറയാം. അങ്ങനെ അപ്പോൾ അങ്ങനെ ഒരു വാട്ടർ ബ്രേക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഡോക്ടർക്ക് മെസ്സേജ് അയച്ചു. ഡോക്ടർ, എനിക്കിങ്ങനെ ഒരു ചെറിയൊരു ഫീല് വരുന്നുണ്ട്, വാട്ടർ ചെറുതായിട്ട് ബ്രേക്ക് ആവുന്നുണ്ട്, ഒരു ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ അപ്പോൾ എന്നെ വാട്സപ്പിൽ എപ്പോഴും അവൈലബിൾ ആട്ടോ. അപ്പോൾ നീ പോരെ മോളെ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നമുക്ക് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു, മാറുന്നു, പിടിക്കുന്നു, അപ്പച്ചനെ വിളിക്കുന്നു, അപ്പച്ചൻ വരുന്നു. എന്നിട്ട് അന്ന് തന്നെ ഞാൻ 2 മണിക്കാണ് ഡോക്ടർക്ക് മെസ്സേജ് അയക്കുന്നത്. ഒരു 3 മണിയാകുമ്പോൾ തന്നെ നമ്മൾ ഹോസ്പിറ്റലിലെത്തി. ഫുൾ അമ്മ പിന്നെ എല്ലാം പ്രിപ്പറേഷൻ ചെയ്തിട്ട് ഒക്കെ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ പറഞ്ഞു, നീ വന്നേ പോവാന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി. അവിടെ എത്തിപ്പിക്കും നന്നായിട്ട് ചെറുതായിട്ട് ഫ്ലോ കൂടിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തി ഡോക്ടർ ചെക്ക് ചെയ്ത് പറഞ്ഞു, യൂട്രസ് ഓപ്പൺ ആയി തുടങ്ങി, നമുക്കിപ്പോൾ തന്നെ സിസേറിയൻ ചെയ്യാം. അപ്പം ചെയ്യാം, വേറെ ഇനി ആലോചിക്കാനും പിടിക്കാനൊന്നുമില്ല, ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ 37 വീക്കും ആയിട്ടുണ്ടായിരുന്നുള്ളൂ. 2 ആഴ്ച മുന്നാണ് ഇവള് വന്നത് കേട്ടോ. ശരിക്ക് 1 ആഴ്ച മുന്നേ എടുക്കാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതിന് മുന്നേ ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് പെയിൻ വരുന്നുണ്ട്, ഞാൻ പോവാണ്, നിങ്ങൾ ടിക്കറ്റ് ചേഞ്ച് ചെയ്തോളും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആള് എൻ്റെ ഇപ്പം പെട്ടെന്ന് അതൊന്നും അറിയില്ല, വേദന വരുന്നുണ്ട് ചെറുതായിട്ട്, വാട്ടർ ബ്രേക്ക് ആയിട്ടുണ്ട്, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങോട്ട് പോകുന്നു കേട്ടോ. ഹോസ്പിറ്റലിലേക്ക് ഞാൻ പോയി. പിന്നെ പിന്നെ ഞാൻ ഹസ്ബൻഡിനെ കോൾ ചെയ്തിട്ടോ മെസ്സേജ് ചെയ്തിട്ടോ ഒന്നുമില്ല. പിന്നെ ഞാൻ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് എന്നെ പോസ്റ്റ് ഓഫിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് പിറ്റേ ദിവസമായപ്പോഴേക്കും ആൾ നാട്ടിലെത്തി. എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ആൾ ഫോണിലുണ്ടായിരുന്നു, അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അപ്പച്ചനെ അമ്മയൊക്കെ വിളിച്ച് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ഉണ്ണിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഡെലിവറി കഴിഞ്ഞ് പോസ്റ്റ് ഓഫിൽ ഒരു 1 ഡേ ഫുള്ള് അവിടെ കിടന്നു. അപ്പോൾ ഷിവറിങ് വന്നിട്ടുണ്ടായിരുന്നു നന്നായിട്ട്. അപ്പോൾ അതൊരു അൺഫോർഗറ്റബിൾ മെമ്മറിയാണ് എനിക്ക്. ഷിവറിങ് ഇങ്ങനെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റിൽ, സെക്കൻഡിന് നന്നായിട്ട് ഷിവറിങ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാലും കുഴപ്പമൊന്നുമില്ലാണ്ട് കഴിഞ്ഞു. ഉണ്ണിയൊക്കെ ഓക്കെ ആയിരുന്നു. ഉണ്ണി കുറച്ച് വെയിറ്റ് കുറവായിരുന്നു, ഒരു 2700 ഉണ്ടായിരുന്നുള്ളൂ. മോൻ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഷുഗർ ഉള്ളതുകൊണ്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെയിറ്റ് ഇച്ചിരി കുറവായിരിക്കും, എന്നാലും കുഴപ്പമില്ല. അപ്പം നോർമൽ വെയിറ്റാണ്. പിന്നെ ഇവള് ഫീഡിങ് തുടങ്ങിയതിന് ശേഷമാണ് ഇവള് നല്ല വണ്ണം വെച്ചത് കേട്ടോ. അപ്പം അങ്ങനെ ഒരു എന്താ പറയുക, ഒരു മറക്കാൻ പറ്റാത്ത ജേണിയാണ് എൻ്റെ. പ്രത്യേകിച്ച് ഷുഗറൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ആയതുകൊണ്ട് എനിക്ക് ഫുഡൊന്നും മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം എനിക്ക് പഠിപ്പിക്കാൻ പോകാൻ പറ്റി. ടീച്ച് ചെയ്യുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ, നമ്മൾ ഇംഗ്ലീഷാണല്ലോ, ലാംഗ്വേജാണ് ഞാൻ ടീച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് പഠിപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെ വായിക്കുമ്പോഴൊക്കെ കുട്ടികൾക്ക് റീഡ് ചെയ്ത് കൊടുക്കുമ്പോഴൊക്കെ വിളിച്ചവിട്ടുമായിരുന്നു വയറ്റിൽ കിടന്നിട്ട്. അപ്പോൾ അതൊക്കെ അപ്പോൾ കേൾക്കുന്ന പിള്ളേർ റോള് കേൾക്കുമ്പോഴായാലും അങ്ങനെയൊക്കെ ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് മെമ്മറീസും, ഒരുപാട് ബാഡ് മെമ്മറീസും ഗുഡ് മെമ്മറീസും പെയിനും സംഭവങ്ങളൊക്കെ ആയിട്ട് ഇവള് രാജകുമാരി ആകതയായത് കേട്ടോ. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ എനിക്കൊരു കാര്യം നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, കാണുന്നവർ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ കാണുന്നുണ്ടായിരിക്കും, പ്ലാൻ ചെയ്യുന്നവർ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ ഒരു സ്ത്രീയുടെ ഒരു ഇതാണല്ലോ അമ്മയാവുക എന്നത്. ചിലർ പ്ലാൻ ചെയ്യുന്നവരുണ്ടായിരിക്കും. അപ്പോൾ ഒരിക്കലും നമ്മൾ പേടിക്കരുത്. ജസ്റ്റ് എല്ലാം ഒരു ഫ്ലോയ്ക്ക് അങ്ങോട്ട് വന്നോളും. നമ്മൾ പേടിച്ച് കഴിഞ്ഞാൽ ഷുഗർ വരാൻ ചാൻസ് ഉണ്ട്, പ്രഷർ വരാൻ ചാൻസ് ഉണ്ട്. ടെൻഷൻ അടിച്ച് കഴിഞ്ഞാലും ഷുഗർ വരാൻ ചാൻസ് ഉണ്ട്, പ്രഷർ വരാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ എൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞതാണ് കേട്ടോ. അപ്പം അങ്ങനെ ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോവുക, ഹാപ്പി ആയിട്ടിരിക്കുക, കാമായിട്ടിരിക്കുക. അപ്പോൾ നമ്മൾ ടെൻഷൻ അടിച്ച് വെറുതെ ഓരോന്ന് വരുത്തി കൂട്ടുന്നതിന് കാം ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് നോക്കുക. കൂടെയുള്ളവർ, ഇപ്പോൾ കാണുന്നവരായാലും അങ്ങനെയുള്ള ആൾക്കാർക്ക് അത്രയും നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ കൊടുക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അങ്ങനെ അതൊക്കെയാണ് എൻ്റെ പ്രഗ്നൻസി വിശേഷങ്ങൾ കേട്ടോ. ഇച്ചിരി ലെങ്തി ആവും തോന്നുന്നു വീഡിയോ, സോറി. അപ്പോൾ നിങ്ങൾ പതുക്കെ കേട്ടാലും മതി കേട്ടോ. അപ്പോൾ എനിക്കിതിങ്ങനെ പറയാണ്ട് ഒരു സമാധാനമില്ല. ഞാൻ കുറേ ദിവസമായി ഇങ്ങനെ പ്രഗ്നൻസി വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു.
അപ്പോൾ ഇന്നിങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ ഇരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇത്രയാണ് വിശേഷങ്ങൾ കേട്ടോ. ഇപ്പോൾ ടീച്ചിങ് കുറച്ച് നാൾ ബ്രേക്ക് എടുത്തേക്കാണ്, മോള് ചെറുതായതുകൊണ്ട് ബാക്ക് ടു ടീച്ചിങ്ങിലേക്ക് കുറച്ച് നാൾ കഴിഞ്ഞ് പോകണം. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇടയ്ക്ക് വീഡിയോസൊക്കെ ഇടാം, കുക്കിംഗ് വീഡിയോസും ഒക്കെ ഇടാം കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടില്ലെങ്കിലും ഇടയ്ക്ക് വരാം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡേയ്സ് വിഷ് ചെയ്യുന്നു. പിന്നെ കുഞ്ഞുമണീനെ കാണിച്ചില്ലല്ലോ, കുഞ്ഞുമണീനെ കാണിക്കാം കേട്ടോ. വെയിറ്റ് ചെയ്യുന്നേ ഒരു മിനിറ്റ്, അവിടെയാണ് കളിക്കുകയാണ്, വിളിച്ചിട്ട് വരാം കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ കുഞ്ഞുമണി കേട്ടോ. ഹന്ന മറിയം എന്നാണ് പേര്, നമ്മൾ ഹന്നൂസ് എന്നാണ് വിളിക്കുന്നത്. ഹന്നൂസ്, കുഞ്ഞുമറിയം, മറിയത്തും അങ്ങനെ കുറേ പേരുകളുണ്ട്. ഇവൾക്ക് കുറുമ്പത്തിയാണ്, നല്ല കുറുമ്പത്തിയാണ്. വാശിയൊക്കെ ഉണ്ട് ഇപ്പോഴും, വൈകുന്നേരം ഉറങ്ങാനൊക്കെ നല്ല വാശിയാണ്. അപ്പോൾ ഇവളുടെ പിന്നാലെയാണ് ഞാനിപ്പോൾ. അപ്പോൾ ടാറ്റ കൊടുക്കും, ടാറ്റ കൊടുക്കും, ടാറ്റ കൊടുക്കും, ടാറ്റ. ഹലോ അമ്മയുടെ സബ്സ്ക്രൈബേഴ്സിന് ഹായ് കൊടുക്കും, ഹായ് കൊടുക്കും, ഹായ് 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 ഹായ്. അങ്ങനെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഇനിയും വീഡിയോ ആയിട്ട് വരാം. ഇനിയും കാണുന്നവരെ ബൈ, ലവ് യു ഓൾ.